മണൽക്കടത്ത് സംഘത്തിന് തടയിടാൻ ശക്തമായ നടപടിയുമായി നിലമ്പൂർ പോലീസ്. ചാലിയാർ പുഴയുടെയും കുറുവൻ പുഴയുടെയും കടവുകൾ കേന്ദ്രീകരിച്ചാണ് നിലമ്പൂർ പോലീസ് നടപടി ശക്തമാക്കുന്നത്. പരിശോധന ശക്തമാക്കി ദിവസങ്ങൾക്കുള്ളിൽ പോലീസ് പിടിച്ചെടുത്തത് 7 വാഹനങ്ങളാണെന്ന് നിലമ്പൂർ SHO മനോജ് പറയട്ട പറഞ്ഞു. അനധികൃത മണൽ ഖനനം നടത്തിയതിന് മമ്പാട് പൊങ്ങല്ലൂർ പ്രദേശത്തെ കടവുകളിൽ നിന്നായി 7 മണൽ വണ്ടികൾ ഈ കഴിഞ്ഞ ആഴ്ചകളിൽ നിലമ്പൂർ പോലീസ് പിടികൂടിയിട്ടുണ്ട്. പ്രദേശത്ത് വ്യാപകമായി ഈ മണലൂറ്റൽ നടക്കുന്നുണ്ട് എന്നുള്ള പരാതിയെ തുടർന്ന് ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം സ്ക്വാഡ് രൂപീകരിച്ചാണ് ഈ മണൽ വണ്ടികൾ പിടികൂടിയിട്ടുള്ളത്. പൊതുജനങ്ങളോട് പോലീസിന് പറയാനുള്ളത്, ഈ കാര്യത്തെ സംബന്ധിച്ച് നിങ്ങൾ പോലീസിന് വിവരം കൈമാറുകയാണെങ്കിൽ തുടർന്ന് എല്ലാ പ്രദേശങ്ങളിലും ഇത്തരം മണലെടുപ്പുകാർക്കെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കാൻ പോലീസ് സന്നദ്ധമാണ് എന്നുള്ളതാണ്. മമ്പാട് കൂളിക്കൽ കടവിൽ നിന്നും ഇന്ന് രാവിലെ മണൽ നിറച്ച ടിപ്പർ ലോറി പിടിച്ചെടുത്തു. നിലമ്പൂർ CI മനോജ് പറയട്ടയുടെ നേതൃത്വത്തിലുള്ള സ്ക്വാഡാണ് പരിശോധന നടത്തിയത്. ജില്ലാ പോലീസ് മേധാവി S ശശിധരന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. മണൽക്കടത്ത് തടയാൻ പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ചിട്ടുണ്ടെന്നും CI പറഞ്ഞു. പോലീസിനെ കണ്ട് ടിപ്പർ ലോറി ഉപേക്ഷിച്ച ഡ്രൈവർ രക്ഷപ്പെടുകയായിരുന്നു. ചാലിയാർ പുഴയുടെ മമ്പാട് ഭാഗത്തെ കടവുകളാണ് മണൽവേട്ട സംഘത്തിന്റെ പ്രധാന കേന്ദ്രങ്ങൾ. ഇവിടെ നിന്നുമാണ് ജില്ലക്കകത്തേക്കും പുറത്തേക്കും മണൽക്കടത്ത് റീലിട്ട് നിലമ്പൂർ പോലീസിനെ വെല്ലുവിളിച്ചതും റീൽസിട്ടവരെ പിടികൂടി തിരിച്ച് റീൽസിട്ട് പോലീസ് കയ്യടി നേടിയതും മമ്പാട് ഭാഗത്തെ മണൽക്കടത്തിന്റെ ഭാഗമായാണ്. SI മുജീബ്, SCPOമാരായ രമേശ്, സജേഷ്, വിവേക് C കാപ്പിൽ, ഷൗക്കത്ത് വാരിക്കൽ, മോളായിസ് എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു. പിടിച്ചെടുത്ത വാഹനം നിലമ്പൂർ DYSP ഓഫീസ് പരിസരത്തേക്ക് മാറ്റി. ന്യൂസ് ത്രെഡ് 24 നിലമ്പൂർ.